2023 ജൂണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക അമേരിക്കൻ പര്യടനത്തിനിടയിൽ പ്രഥമ വനിത ജിൽ ബൈഡന് മോദി ഡയമണ്ട് റിംഗ് സമ്മാനിച്ചതൊക്കെ അന്ന് തന്നെ വാർത്തയായിരുന്നു. അതിൻ്റെ വിലവിവരങ്ങൾ ഇപ്പോഴാണ് അമേരിക്ക പുറത്തുവിട്ടത്. ഇന്ത്യൻ രൂപയിൽ 17 ലക്ഷം രൂപ. ഇതാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ധൂർത്ത് എന്ന പേരിൽ ആഘോഷിക്കുന്നത്. ഇതിൽ മാധ്യമങ്ങൾ അറിയാത്തതോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പറയാത്തതോ ആയ ചില വസ്തുതകളാണ് ഈ എപ്പിസോഡിൽ പറയാൻ ശ്രമിക്കുന്നത്. ഗുജറാത്തിയെ കച്ചവടം പഠിപ്പിക്കേണ്ടതില്ല എന്നറിയാമല്ലോ. മോദി ഒരു തനി ഗുജറാത്തിയാണ്. 10 പൈസ അദ്ദേഹം മുടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ 1000ന്റെ വരവ് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹം അത് മുടക്കുന്നത്. അതായത് ഒന്നും കാണാതെ കുളത്തിൽ ചാടുന്ന ഒരാളല്ല അദ്ദേഹം. നഷ്ടം വരുന്ന ഒരു കച്ചവടത്തിനും മോദിയെ കിട്ടില്ല. ഇനി വിഷയത്തിലേക്ക് വരാം. ലോകത്തെ ഏറ്റവുമധികം വജ്ര കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ഇന്ത്യ മാത്രമല്ല, ചൈനയും വിയറ്റ്നാമുമുണ്ട്. എന്നാലും ഇന്ത്യ തന്നെയാണ് വജ്ര കയറ്റുമതിയിൽ മുമ്പിൽ. രണ്ടാമതായി ചൈനയും മൂന്നാമതായി വിയറ്റ്നാമുമുണ്ട്. ഇന്ത്യയിൽ നിന്നും ഏറ്റവുമധികം വജ്രം കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. 2023 മാർച്ചിനും 2024 ഫെബ്രുവരിക്കുമിടയിൽ ഇന്ത്യയുടെ ആകെ വജ്ര കയറ്റുമതി 37,42,248 ഷിപ്മെൻറ്റുകളാണ്. അമേരിക്കയിലേക്ക് 2024 മാത്രം ഇന്ത്യ കയറ്റി അയച്ചത് ഏതാണ്ട് $15.97 ബില്യൺ വജ്രമാണ്. അതായത് 1597 കോടി രൂപയുടെ വജ്രം. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. ലോക വിപണിയിൽ ഏറ്റവും തിളക്കമുള്ള വജ്ര കയറ്റുമതിയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബിസിനസ് ക്ലയൻ്റാണ് അമേരിക്ക. നമ്മുടെ വജ്രം ഏറ്റവും കൂടുതൽ വാങ്ങുന്ന, ആ വഴിക്ക് ഏറ്റവുമധികം ബിസിനസ്സും പണവും നമുക്ക് നൽകുന്ന രാജ്യം അതാണ് അമേരിക്ക. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രഥമ വനിതയ്ക്ക് സമ്മാനിച്ച ആ വജ്രമോതിരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമുക്കറിയാം, നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സർക്കാരും ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്ത ഇന്ത്യയുടെ വക്താവും പ്രയോക്താവുമാണെന്ന്. മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളെ സാമ്പത്തിക സഹായം നൽകിയും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ സഹായിച്ചും എല്ലാവിധ പിന്തുണയും നൽകുന്ന സർക്കാരാണിത്. മോദി അമേരിക്കൻ പ്രഥമ വനിതയ്ക്ക് സമ്മാനിച്ചത് ഇന്ത്യയിൽ ലാബിൽ വികസിപ്പിച്ചെടുത്ത 7.5 കാരറ്റ് വജ്രമോതിരമാണ്. LGD അഥവാ ലാബ് ഗ്രോൺ ഡയമണ്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. 2023 മോദിയുടെ അമേരിക്കൻ പര്യടനത്തിന്റെ തൊട്ടടുത്ത ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട വിവരമനുസരിച്ച് പ്രകൃതിദത്ത വജ്രം പോലെ തന്നെ സംശുദ്ധമാണ് ലാബ് ഗ്രോൺ ഡയമണ്ടും. സംശുദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും കുറവില്ല എന്ന് മാത്രമല്ല, 1 കാരറ്റ് ലാബ് ഗ്രോൺ ഡയമണ്ടിൽ കേവലം 0.028 ഗ്രാം കാർബൺ ബഹിർഗമനം മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നതുകൊണ്ട് പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ വജ്രവുമാണിത്. വജ്രം, നിറമുള്ള കല്ലുകൾ, ആഭരണങ്ങൾ എന്നിവയുടെ സംശുദ്ധി പരിശോധിച്ച് ഉറപ്പുവരുത്തി സാക്ഷ്യപ്പെടുത്തുന്ന രത്നശാസ്ത്ര സ്ഥാപനമായ ഇന്റർനാഷണൽ ജെമ്മോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയുടെ ലാബ് ഗ്രോൺ ഡയമണ്ടിന് ഫുൾ മാർക്കാണ് നൽകിയിട്ടുള്ളത്. കട്ട്, കളർ, കാരറ്റ് ആൻഡ് ക്ലാരിറ്റി എന്നിങ്ങനെ വജ്രങ്ങളുടെയും രത്നങ്ങളുടെയും സംശുദ്ധി അളക്കുന്ന 4 Cകളും പരിശോധിച്ച് ഹാൾമാർക്ക് മുദ്രണം ലഭിച്ചവയാണ് ലാബ് ഗ്രോൺ ഡയമണ്ടുകൾ. രാസഘടനയിലും സ്ഫടിക സ്വഭാവത്തിലുമെല്ലാം ഭൂമിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന വജ്രത്തോട് കിടപിടിക്കുന്ന സംശുദ്ധിയാണ് ലാബ് ഗ്രോൺ ഡയമണ്ടിനുള്ളത്. ഇവയുടെ നിർമ്മാണത്തിനായി പൂർണ്ണമായും പ്രകൃതിദത്ത ഊർജ ഉറവിടങ്ങളായ സോളാർ എനർജിയും വിൻഡ് എനർജിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 100% പ്രകൃതി സൗഹാർദ്ദവുമാണ് ലാബ് ഗ്രോൺ ഡയമണ്ടുകൾ. വജ്രമോതിരം അടക്കം ചെയ്ത് സമ്മാനിച്ച ഗിഫ്റ്റ് ബോക്സിനുമുണ്ട് ഒരു പ്രത്യേകത. കശ്മീരിലെ പേപ്പർ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ മനോഹരമായ കരേ കലംദാനി ബോക്സിലാണ് വില കൂടിയ ഈ വജ്രമോതിരം അമേരിക്കൻ പ്രഥമ വനിതയ്ക്ക് മോദി സമ്മാനിച്ചത്. ബോക്സിന് പുറത്ത് ലോകത്തിൽ കൊത്തിയ ഏതാനും വാചകങ്ങളുമുണ്ട്. ഇത് നഖഷി എന്നാണ് അറിയപ്പെടുന്നത്. അതിവിദഗ്ധരായ കരകൗശല തൊഴിലാളികളാണ് ഈ ഗിഫ്റ്റ് ബോക്സ് നിർമ്മിക്കുന്നത്. ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ലാബ് ഗ്രോൺ ഡയമണ്ട് മേക്കിംഗ് പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ 2023-24 വർഷത്തെ ബജറ്റിൽ നികുതി ഇളവ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരുന്നു. ഇതിൽ നിന്ന് തന്നെ ഈ മേഖലയ്ക്ക് രാജ്യം കൽപ്പിക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ സൂററ്റിൽ സുസജ്ജമായ ലബോറട്ടറിയും പരിശീലനം ലഭിച്ച വിദഗ്ധരായ വജ്ര നിർമ്മാണ തൊഴിലാളികളും ഇപ്പോൾ തന്നെയുണ്ട്. അവിടെ നിന്നാണ്
പ്രധാനമായും ഇന്ത്യയിൽ വജ്രം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലാബ് ഗ്രോൺ ഡയമണ്ടിന്റെ ഏറ്റവും വലിയ ആവശ്യക്കാരും അമേരിക്കയാണ്. അത്ര ഡിമാൻഡാണ് ഇപ്പോൾ ഇന്ത്യ നിർമ്മിക്കുന്ന ലാബ് ഗ്രോൺ ഡയമണ്ടിന് ഉള്ളത്. ഇന്ന് ഈ രംഗത്തെ ഗ്ലോബൽ ലീഡറാണ് ഇന്ത്യ. ഓരോ വർഷവും അമേരിക്കയിൽ ഇന്ത്യയുടെ ലാബ് ഗ്രോൺ ഡയമണ്ടിനുള്ള ആവശ്യകത കൂടി വരികയാണ്. പ്രകൃതിദത്ത വജ്രത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 80% ചിലവ് കുറവാണ് ഇന്ത്യയുടെ ലാബ് ഗ്രോൺ ഡയമണ്ടിന്. എന്നാൽ സംശുദ്ധിയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലെന്ന് അന്താരാഷ്ട്ര ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും അംഗീകരിച്ചിട്ടുമുണ്ട്. ഇതുതന്നെയാണ് ഇന്ത്യയിലെ ലാബ് ഗ്രോൺ ഡയമണ്ടിനെ ലോകത്തെ വജ്രപ്രേമികൾക്കിടയിൽ സ്റ്റാർ ആക്കുന്നതും. ഇനി നിങ്ങൾ പറയൂ, ഒരു ഗുജറാത്തി കൂടിയായ പ്രധാനമന്ത്രി തൻ്റെ അമേരിക്കൻ പര്യടനത്തിനിടയിൽ അവിടുത്തെ പ്രഥമ വനിതയ്ക്ക് സമ്മാനമായി തൻ്റെ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിച്ച് ലോകം മുഴുവൻ ആവശ്യക്കാരും ആരാധകരുമുള്ള ഇന്ത്യൻ വജ്രം തന്നെ സമ്മാനമായി നൽകിയതിൽ എന്ത് തെറ്റാണുള്ളത്? ഇതുതന്നെയല്ലേ അദ്ദേഹം പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ആത്മനിർഭർ ഭാരത് അഭിയാനും മേക്ക് ഇൻ ഇന്ത്യ കൺസെപ്റ്റും? വലിയ വില കൊടുത്ത് വജ്രം ഇറക്കുമതി ചെയ്യുന്ന മറ്റു ലോകരാജ്യങ്ങൾ കൂടി ഇനി ഇന്ത്യൻ ലാബ് ഗ്രോൺ വജ്രത്തിനായി ഇന്ത്യയെ സമീപിക്കില്ലേ? അങ്ങനെ വരുമ്പോൾ അത് രാജ്യത്തിനുണ്ടാക്കുന്ന സാമ്പത്തിക വളർച്ച എത്ര വലുതായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുമോ? ചെറിയ ഇര ചൂണ്ടയിൽ കൊരുത്തിട്ടാലേ വലിയ മീനുകളെ പിടിക്കാൻ കഴിയൂ. മോദിയെ സംബന്ധിച്ച് 17 ലക്ഷത്തിൻ്റെ ആ വജ്രമോതിരം ചൂണ്ടയിൽ കൊരുത്ത ഒരു ഇര മാത്രമാണ്.